ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളിലും മധ്യപ്രദേശിലെ 6 മണ്ഡലങ്ങളിലും ആസാമിലെ 5 മണ്ഡലങ്ങളും ബീഹാറിൽ 4 മണ്ഡലങ്ങളുമാണ് ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. റോഡ് ഷോയും മറ്റുമായി കൊട്ടിക്കലാശം ശക്തിപ്രകടനമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് പാർട്ടികൾ. മനു ഭരത്താണ് ചേരുന്നത് നാഷണൽ ഡെസ്കിൽ നിന്ന്. മനു, ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ കൊട്ടിക്കലാശം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഏതൊക്കെ പ്രമുഖ പാർട്ടിയുടെ ഏതൊക്കെ നേതാക്കൾ എവിടെയൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇന്ന് 22 ഇടങ്ങളിൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായുള്ള 21 ഇടങ്ങളിൽ ആണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 102 മണ്ഡലങ്ങൾ ആണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഈ ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി 10 ഇടങ്ങളിൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായ 10 ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും പൂർത്തിയാകും. ബാക്കി 11 ഇടങ്ങളിലാണ് ഘട്ടം ഘട്ടമായുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, അതുപോലെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, മണിപ്പൂർ, മേഘാലയ, മിസോറം തുടങ്ങി ഉള്ള സ്ഥലങ്ങളിൽ ആണ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ഇതിൻ്റെ കൊട്ടിക്കലാശം വളരെ വിപുലമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. നിരവധി പ്രമുഖർ ഇന്ന് തെരഞ്ഞെടുപ്പ് നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖനായി നിൽക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ്. അത് കെ അണ്ണാമലൈ അവിടെ കോയമ്പത്തൂരിൽ നിന്നാണ് മത്സരിക്കുന്നത്. അണ്ണാമലൈ കോയമ്പത്തൂരിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ത്രികോണ മത്സരം ഉണ്ടാകും എന്നതാണ് ഒരു കണക്കുകൂട്ടൽ. DMK-യുടെ ഗണപതി രാജ്കുമാറാണ് എതിരാളി. ഒപ്പം തന്നെ സിംഗൈ ജി രാമചന്ദ്രൻ ADMK സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട്. 1998 അവിടെ നിന്നാണ് BJP ജയിച്ചത്. CP രാധാകൃഷ്ണനായിരുന്നു അന്ന് സ്ഥാനാർത്ഥി. ആ വിജയം തനിക്ക് ആവർത്തിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് അണ്ണാമലൈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. ഗൗണ്ടർ വിഭാഗത്തിന്റെ പിന്തുണ തനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം തമിഴിസൈ സൗന്ദരരാജൻ സൗത്ത് ചെന്നൈയിൽ നിന്നാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സൗത്ത് ചെന്നൈയിൽ തെലങ്കാന ഗവർണർ സ്ഥാനം രാജിവെച്ചാണ് തമിഴിസൈ സൗന്ദരരാജൻ അവിടെ മത്സരത്തിനായി എത്തിയിട്ടുള്ളത്. അവിടെ പ്രധാന സ്ഥാനാർത്ഥി DMK-യുടെ സുമതി തമിഴ്ച്ചി ആണ്. അവിടുത്തെ DMK-യുടെ പ്രധാന സ്ഥാനാർത്ഥി. ഈ സുമതി തങ്കപാണ്ഡ്യൻ അവിടെ കഴിഞ്ഞ തവണ വിജയിച്ചിട്ടുള്ളതാണ്. അവർ എഴുത്തുകാരിയും അതുപോലെ പഴയ DMK നേതാവ് V തങ്കപാണ്ഡ്യൻ്റെ മകളും ആണ്. പക്ഷേ ഇത്തവണ ഈ IT വിഭാഗത്തിനൊക്കെ വലിയ സ്വാധീനമുള്ള IT സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾ ധാരാളം താമസിക്കുന്ന മൈലാപ്പൂർ, അതുപോലെ ടി നഗർ തുടങ്ങിയ പ്രദേശങ്ങൾ ഈ മണ്ഡലത്തിന് താഴെ വരും. അത് BJP-ക്ക് ഗുണം ചെയ്യും എന്നാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. മാത്രമല്ല, ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ ഒരു നേട്ടമായി അല്ലെങ്കിൽ ആ DMK-ക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അത് BJP-ക്ക് ഗുണം ചെയ്യും എന്നൊരു പ്രതീക്ഷ അവിടെ ഉണ്ട്. തൂത്തുക്കുടിയിൽ DMK സ്ഥാനാർത്ഥി കനിമൊഴി മത്സരിക്കുന്നു. കനിമൊഴി തൻ്റെ വിജയം ഉറപ്പാണ് എന്ന മട്ടിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം 3,47,000 വോട്ടുകൾക്കാണ് കനിമൊഴി അവിടെ BJP-യുടെ തമിഴിസൈ സൗന്ദരരാജനെ തൂത്തുക്കുടിയിൽ പരാജയപ്പെടുത്തിയത്. ഇത്തവണ തമിഴിസൈ അവിടെ മത്സരിക്കുന്നില്ല. ഏതായാലും കനിമൊഴിക്ക് ഇത്തവണ വലിയ എതിരാളികൾ ഇല്ല എന്നതാണ് അവിടുത്തെ ഒരു പ്രധാന കാര്യം. ADMK, DMK, SDPI, അതുപോലെ പുതിയ തമിഴകം തുടങ്ങിയ സഖ്യകക്ഷികൾ ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ BJP പാട്ടാളി മക്കൾ കക്ഷിയും അതുപോലെ തമിഴ് മാനില കോൺഗ്രസും ഒക്കെയായി സഖ്യം ചേർന്നിരിക്കുന്നു. ADMK-യുടെ OPS ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് എന്നതാണ് ഒരു പ്രധാന കാര്യം. രാമനാഥപുരത്താണ് OPS മത്സരിക്കുന്നത്. O പന്നീർസെൽവം അവിടെ BJP സ്ഥാനാർത്ഥിയായി എത്തുന്നു. അവിടെ നേരത്തെ BJP-യുടെ സ്ഥാനാർത്ഥി നൈനാർ നാഗരത്തിനം ആയിരുന്നു. ഇത്തവണ അദ്ദേഹം അവിടുന്ന് മാറി തിരുനെൽവേലിയിലേക്കാണ് മത്സരിക്കുന്നത്. OPS തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ശിവഗംഗയിൽ BJP-യുടെ ദേശീയ സെക്രട്ടറിയായിരുന്ന H രാജ മത്സരിക്കുന്നു. കന്യാകുമാരിയിൽ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ വിജയ് വസന്തരയാണ് നേരിടുന്നത്. ഇനി ഉത്തരേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ചിന്ദ്വാരയിൽ നകുൽനാഥ് മത്സരിക്കുന്നു. നകുൽനാഥ് നമുക്കറിയാം മുൻ മുഖ്യമന്ത്രി കമൽനാഥിൻ്റെ മകൻ കൂടിയാണ്. 9 തവണ ചിന്ദ്വാരയിൽ നിന്ന് കമൽനാഥ് ജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് തൻ്റെ ഒരു കുടുംബ സ്വാധീനമുള്ളൊരു മണ്ണ് എന്ന നിലയിൽ കമൽനാഥ് കാണുന്നു. ജോർഹത്തിൽ ഗൗരവ് ഗൊഗോയും അതുപോലെ ദിൽബർഗയിൽ ആസാമിലെ മുൻ മുഖ്യമന്ത്രി സർബാനന്ദ് സോണോവാളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അങ്ങനെ വലിയ പ്രമുഖർ അണിനിരക്കുന്നതാണ് ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. ശരി മനു, എന്തായാലും 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന. മനു ഭരത്താണ് വിശദവിവരങ്ങൾ നൽകിയത്.